ശരി, അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, ഒരു വശത്ത് ആത്മവിശ്വാസമുണ്ട്. എക്സിറ്റ് പോളുകളെയൊക്കെ ആദ്യം അതിനോട് സഹകരിക്കേണ്ടതെന്ന് പറഞ്ഞു, പിന്നീട് എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കുന്നു. ഇന്ന് AICC ആസ്ഥാനത്ത് പന്തലിട്ട് എല്ലാവരും കൗണ്ടിംഗ് ഡേ ടെലിവിഷനിൽ കാണാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് ആസ്ഥാനത്ത്. ഇതൊക്കെ കാണുമ്പോൾ ഈ 2019 ഇങ്ങനെയൊക്കെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, 2014 ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിൽ പ്രശ്നമല്ല. ശരിക്കും ഇന്ന് ഈ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറയുന്നത് കൗണ്ടിംഗ് സെൻറ്ററുകളിൽ കൗണ്ടിംഗ് ഏജൻറ്റുമാർ എത്രമാത്രം വിജിലൻ്റ് ആയിരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ്. മുമ്പ് കപിൽ സിബലും അദ്ദേഹം സമാജ്വാദി പാർട്ടിയുടെ നോമിനിയായിട്ട് രാജ്യസഭയിലുള്ള ആളാണ്. അക്കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. കോൺഗ്രസ് ഈ പരാതി പറയുക, അതായത് തെരഞ്ഞെടുപ്പ് റിഗ്ഗിയാണ് ശ്രമം, ഇലക്ഷൻ കമ്മീഷൻ ഇതൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ പ്രവർത്തകർ എത്രമാത്രം വിജിലൻ്റ് ആണ് ഈ സ്ട്രോങ് റൂമുകൾക്ക് മുമ്പിൽ നാളെ കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ? അല്ല, വിജിലൻ്റ് ആവണമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ എല്ലാ നേതാക്കളും. ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ച പോലെ അഖിലേഷ് യാദവ് തൊട്ട് കേജ്രിവാൾ തൊട്ട് രാഹുൽ ഗാന്ധി വരെയുള്ള എല്ലാ നേതാക്കളും വളരെ കൃത്യമായി കഴിഞ്ഞ കാലങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ, എന്തിനേറെ കേരളത്തിൽ പോലും വളരെ കൃത്യമായ ഒരു സംഘടനാ ചട്ടക്കൂടിനുള്ളിൽ ഒരു സിസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോകാൻ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറെടുത്തിട്ടുണ്ട് എന്നതിൽ സംശയം വേണ്ട. ഇപ്പൊ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, പക്ഷെ 2019 ഇത്രമാത്രം ഒരു ആത്മവിശ്വാസത്തോടു കൂടി ആയിരുന്നില്ല പ്രതിപക്ഷം ആ 2019 തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വളരെ കൃത്യമായി ശ്രീ അജിംസിന് അറിയാമല്ലോ, ആ തെരഞ്ഞെടുപ്പിൽ ബാലാക്കോട്ടിലെ തിരിച്ചടിയോടുകൂടി തന്നെ മോദിക്ക് ഒരു വലിയ എഡ്ജ് ഉണ്ടാവുന്നുണ്ട്. രാജ്യത്തെ തിരിച്ചു പിടിച്ച, രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിച്ച മോദി എന്ന ഇമേജ് ആണ് ഉള്ളതെങ്കിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിലുള്ള ഇമേജ് ഏകാധിപതി എന്നുള്ളതാണ്. അത് യോഗേന്ദ്ര യാദവ് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ യോഗേന്ദ്ര യാദവ് കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളെ വോട്ട് ചെയ്യാൻ കൊണ്ടുപോയിരുന്ന RSS ഇതാ ഇവിടേക്ക് എത്തുന്നില്ല എന്ന് അദ്ദേഹത്തോട് ഗ്രാമങ്ങളിലുള്ള പ്രായമായവർ, വയോധികർ, യുവജനങ്ങൾ പറയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ BJPക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയിരുന്നത് RSS ആണ്. ആ RSS ഇപ്പോൾ ഇവിടെ ഇല്ല. എന്താണ് ഞാൻ പറയാൻ കാര്യമെന്ന് ചോദിച്ചാൽ, ശ്രീ അജിം സംഘ് ചോദിച്ചത് എങ്ങനെയാണ് കോൺഗ്രസിന്റെ, ഇടതുപക്ഷത്തിന്റെ, എങ്ങനെയാണ് സോഷ്യലിസ്റ്റുകളുടെ, ഇന്ത്യ ബ്ലോക്കിന്റെ സംഘടനാ സംവിധാനം പ്രവർത്തിക്കാൻ പോകുന്നതെന്നാണ് അങ്ങ് ചോദിച്ചത്. അവിടെ ഞങ്ങൾ വളരെ കൃത്യമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് താങ്ങായി തണലായി നിന്ന സംഘടനാ സംവിധാനം, ആ സംവിധാനം RSS ആണ്, സംഘപരിവാരമാണ്. ആ സംഘപരിവാരം ഈ പ്രാവശ്യം അവരുടെ കൂടെയില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പൊ കപിൽ സിബൽ ആവട്ടെ, അഖിലേഷ് യാദവ് ആവട്ടെ, രാഹുൽ ഗാന്ധി ആവട്ടെ, ഇന്ത്യ ബ്ലോക്കിലെ എല്ലാ നേതാക്കളും ഞങ്ങൾ വളരെ കൃത്യമായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, എന്തും വിളിച്ചു പറയുന്ന മോദി എന്തും ചെയ്യും എന്ന ഭയപ്പാട് ഞങ്ങൾക്കുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ, ഈ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ കമ്മീഷന്റെ നിലപാടുകളിൽ വ്യക്തമാണ്. ഒരിടത്ത് ഇപ്പൊ ചോദിക്കട്ടെ, VVPAT ആയിട്ട് ബന്ധപ്പെട്ട് പോൾ ചെയ്ത പോളിങ്ങും VVPATും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ കൊണ്ടുവരാനാണ് പറയുന്നത്. എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഒരാൾ പോൾ ചെയ്താൽ, ഇപ്പൊ ഞാൻ പോൾ ചെയ്താൽ അടുത്ത ഞാൻ ചെയ്യുമ്പോൾ VVPATിൽ വ്യത്യാസം ഉണ്ടായി, ഞാൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഞാൻ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വോട്ട് ചെയ്യുമ്പോൾ, അതിന്റെ റീകൗണ്ടിങ് നടക്കുമ്പോൾ ഞാൻ ചെയ്ത സമയത്തുണ്ടായ പ്രശ്നം ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ അതിന്റെ ചെലവ് ഞാൻ വഹിക്കണം. അങ്ങനെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യത്തിന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തേണ്ടത് വോട്ടറുടെ അവസ്ഥയായി മാറിയൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകാധിപതി നടനമാടിയ ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി വിജിലന്റായി ഏറ്റവും അവസാനത്തെ ആണി അടിക്കുക എന്ന് നമ്മൾ പറയില്ലേ, അത് അടിക്കേണ്ടത് നാളത്തെ കൗണ്ടിംഗ് ഡേയിലാണ്, കൗണ്ടിംഗ് ടേബിളുകളിലാണ്. അവിടെ വിജിലന്റ് ആയിരിക്കുക എന്നത് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.